വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഒളിക്കാൻ ഒരിടമുണ്ടായിരുന്നെങ്കിൽ. എന്നെപ്പോലെ തന്നെ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഒളിക്കാൻ ഒരിടമുണ്ടായിരുന്നെങ്കിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആഗ്രഹിച്ചു പോകും, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സഹനത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. അങ്ങനെയൊരു അവസ്ഥ തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ അനുഭവത്തെക്കാളേറെ ഇവിടെ പൗലോസ്ലീഹ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു 4 പാഠങ്ങളുണ്ട്. അതായത് ജീവിത രഹസ്യങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങൾ. ആ പാഠങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തെ കാര്യം, പൗലോസ് ഈ ഒരു അധ്യായം എഴുതുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ആദ്യം പറഞ്ഞുകൊള്ളാം. അതായത് പൗലോസ്ലീഹയും സഹോദരൻ തിമോത്തിയോസും കൊറിന്തോസിലെ വിശ്വാസികൾക്കും അക്കായിലെ വിശുദ്ധർക്കും വേണ്ടി എഴുതുന്ന ലേഖനമാണ് ഈ ഓരോ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഈ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും ആദ്യത്തെ ചിന്താവിഷയം സഹനത്തിലൂടെ സമാശ്വാസം. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ വേദനാജനകമായ ഒരു അനുഭവം അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഏഷ്യയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു മരണഭീതി ജനകമായ ഒരു ചിന്ത, ഒരവസ്ഥ. അതായത് മരണത്തെ പോലും മുന്നിൽ കാണത്തക്ക രീതിയിൽ അത്രമാത്രം പീഡാനുഭവത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടിയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതായത് ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പ്രകാശമായി, പ്രത്യാശയായി, അവിടെ ഒരു രക്ഷയായി ദൈവം അദ്ദേഹത്തെ ഒരു സഹായഹസ്തവുമായി അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യം നൽകുകയാണ് ഈ ഒരു അധ്യായത്തിലൂടെ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങളുണ്ടാകും. ഒരു പക്ഷെ അനുഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് തരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സഹനങ്ങൾ ഒരിക്കലും ഒരു അവസാനമല്ല. ഒരു സഹനം കഴിയുമ്പോൾ മറ്റൊരു സഹനം. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാത്തിനും ഫുൾ സ്റ്റോപ്പായി എന്ന് പോലും ചിന്തിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം പറയുകയാണ്, അതൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ സെൻറ്റൻസ് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്, രക്ഷ എന്ന പ്രത്യാശ. 2-ാമത്തെ കാര്യം, പങ്കുചേരണം. ഒരു ശരീരവും പല അവയവങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും. പല ജാതി മതഭേദ വ്യത്യാസങ്ങളൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ നല്ല അയൽക്കാരാകാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ വേദനയിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കണം. അതിനേക്കാളേറെ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 6-ാമത്തെ ഒരു വാക്യം, ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. അതായത് ഞാൻ അനുഭവിക്കുന്ന ഓരോ ക്ലേശങ്ങൾ മറ്റുള്ളവർക്ക് ഒരു രക്ഷയാകണമെന്ന ചിന്തയായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഞാൻ എത്രയൊക്കെ സഹനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും എൻ്റെ ഈ സഹനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് രക്ഷയാകണമെന്ന് നമ്മൾ നിത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സഹിച്ചാലും മറ്റുള്ളവർക്ക് രക്ഷ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെയൊക്കെ വേദനകളെല്ലാം അങ്ങനെയാണ്. നമുക്ക് ഓരോ സഹനത്തിലൂടെ, ആ വേദനയാകുന്ന സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ സാധിക്കണം. പൗലോസ് ഇവിടെ ചിന്തിക്കാൻ നമ്മളെ അനുവദിക്കുകയാണ്. അതായത് ഒരു ശരീരവും പല അവയവങ്ങളാണ്. നമ്മൾ പല അവയവങ്ങളായിരിക്കാം, പക്ഷെ നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. അവിടെ ജാതിമത വ്യത്യാസം ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദന മറ്റൊരാൾക്ക് വേദനയാകാതെ എൻ്റെ വേദന മറ്റേ ആൾക്കൊരു രക്ഷയാകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 3-ാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രത്യാശയായിരിക്കണം. കാരണം പലരും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാധനങ്ങളിലൂടെ എല്ലാവർക്കും അത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. പലരും ആ വേദനാജനകമായ അനുഭവത്തിൽ അങ്ങ് താഴ്ന്നു പോകുമ്പോൾ അവർക്ക് ഒരു പ്രകാശമായി, സഹായഹസ്തമായി മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് രക്ഷ എന്ന് പറയുന്നത്. എപ്പോഴും ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ആ ദൈവത്വം മറ്റുള്ളവർക്ക് സഹായമാകുമ്പോഴാണ് നമ്മൾ ഒരു പ്രകാശമായി തീരുന്നത്.
അപ്പോൾ ദൈവം എന്ന് രക്ഷിക്കട്ടെ, അത് അവരുടെ കാര്യമല്ലേ എന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള ദൈവം, കാരണം നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു ദൈവത്വമുണ്ട്. ആ ദൈവത്വം പ്രകാശമായി മറ്റുള്ളവർക്ക് സഹായമായി മാറാൻ ഞാൻ എന്നെ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരു പ്രകാശം ഉണ്ടാവുകയുള്ളൂ, ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ സാധിക്കും? എനിക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഒരു രക്ഷയുടെ പ്രത്യാശയാകാൻ സാധിക്കും? അപ്പോൾ നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു ദൈവം, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് അതിനാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ നമ്മൾ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകാൻ സാധിക്കുള്ളൂ. എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കുറഞ്ഞു വരുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വേണം നമ്മൾ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ആശ്വാസമാകാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരർത്ഥമാകുന്നത്. എൻ്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി ആകരുത് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ തന്നെ സഹനത്തിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി മാത്രമാകരുത്. എന്നെപ്പോലെ തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ എന്തുകൊണ്ട് എൻ്റെ സഹനം ഒരു അനുഭവമാക്കി ഞാൻ മറ്റുള്ളവർക്കൊരു രക്ഷയായിക്കൂടാ എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ അല്പ ദിവസങ്ങൾ മുമ്പാണ് എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടത്. അവിടെ എൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മ ചോദിച്ചൊരു കാര്യം ഇതാണ്: നിൻ്റെ അപ്പനല്ലേ അവിടെ മരിച്ചു കിടക്കുന്നത്, എന്തുകൊണ്ടാണ് നീ കരയാത്തത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അപ്പം മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രകാശമാണ് നഷ്ടപ്പെടുന്നത്. കാരണം നമ്മളുടെയൊക്കെ അപ്പനും അമ്മയും എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബലമാണ്, നമുക്കൊരു ശക്തിയാണ്. മുന്നോട്ട് നമ്മൾ ഓരോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മുഖം നോക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു രക്ഷ കിട്ടും, നമുക്കൊരു വല്ലാത്തൊരു പ്രത്യാശ കിട്ടും. അവരാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ പ്രത്യാശ നമുക്ക് അവരിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പക്ഷെ അവിടെയും ആശ്വസിക്കാൻ എനിക്ക് എൻ്റെ അമ്മയെ തന്നിട്ടുണ്ട്. അതേപോലെ ആ അമ്മയ്ക്ക് ഞാനൊരു തണലാകണം. അവിടെ കരഞ്ഞ് ഞാൻ ഒരു സഹനത്തിലൂടെ എൻ്റെ സഹനത്തെ കൂട്ടുകയും എൻ്റെ സഹനം മറ്റുള്ളവർക്കൊരു വേദന ആകുന്നതിനേക്കാളേറെ ഞാൻ മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകണം. അവരെ ആ സഹനത്തിൽ നിന്ന് അവരെ ശക്തരാക്കാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥന ഒത്തിരി നമ്മളെ സഹായിക്കും. നമ്മൾ അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അതൊക്കെ അത്യാവശ്യമാണെങ്കിലും അതിനേക്കാളേറെ ഏറ്റവും വലിയ ശക്തിയാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. പൗലോസ്ലീഹയും ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. 11-ാമത്തെ വാക്യം: ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ സാധിച്ചൊന്നും വരില്ല. അന്ന് എൻ്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. കാരണം അവിടെ നമുക്ക് ആവശ്യമുള്ളത് പ്രാർത്ഥനയാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ ഒരു ക്രൈസിസിൽ നിന്ന് എനിക്ക് ഉയരണമെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ശക്തി പ്രാപിക്കണമെങ്കിൽ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എനിക്ക് ഒരു ശക്തി കൊടുക്കണമെങ്കിൽ, അവരെ സഹായിക്കാനും അവർക്കൊരു സഹായഹസ്തമായി എനിക്ക് എന്നെ തന്നെ ഉയർത്തണമെങ്കിൽ, എനിക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റുള്ളവരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് മറ്റുള്ളവർ ഇതുപോലത്തെ ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി അതേപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലൂടെ അവരെ ശക്തരാക്കാൻ വേണ്ടി, ആ സിറ്റുവേഷനിൽ നിന്ന് അവരെ കരകടത്താൻ വേണ്ടി, അവർക്കൊരു രക്ഷയായി പ്രത്യാശയായി കൂടെ നിൽക്കാൻ എനിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു കടമയാണ്, ലക്ഷ്യമാണ്. നമ്മുടെ ഓരോരുത്തരും എത്ര ആത്മാക്കളെ നീ നേടി എന്നതാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി നീ എത്ര ആത്മാക്കളെ നേടി, നിനക്കതിന് സാധിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ്, ആത്മാക്കളെ നേടിക്കൊടുക്കുക എന്നത്. നമ്മളുടെ ജീവിതത്തിലൂടെ, നമ്മളുടെ സഹനത്തിലൂടെ ഞാൻ എത്ര ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടി എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അവിടെയൊക്കെ നമ്മൾ ഓടി ഒളിക്കാതെ, പക്ഷെ നമുക്ക് തോന്നും
എനിക്ക് ഒളിക്കാനൊരിടമുണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ ഒളിക്കേണ്ടത് ഒരേ ഒരു ഇടത്താണ്, ദൈവത്തിൻ്റെ ആ സംരക്ഷണ വലയിൽ മാത്രമായിരിക്കണം. കാരണം ഞാൻ എന്നെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിക്കാനാണ് അത്തരം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഓർത്ത് നമുക്ക് ജീവിതത്തെ ഒരു അനുഭവമാക്കി മാറ്റാൻ സാധിക്കണം. അങ്ങനെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഇത് വീണ്ടും കാണാം.